8 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കോപ്റ്റിക് ക്രൈസ്തവരുടെ സ്മരണയിൽ ലോകം. 2015 ഫെബ്രുവരി 15-നാണ് ലോകത്തെ നടുക്കിയ അരുംകൊല നടന്നത്. ലിബിയയിലെ തീരനഗരമായ സിർട്ടയിലെ കടൽക്കരയിൽ വെച്ച് 20 കോപ്റ്റിക് സഭാംഗങ്ങളും ഒരു ഗാന വംശജനും ഉൾപ്പെടെ 21 പേരെയാണ് IS തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നത്. ഇവരെ വധിക്കും മുമ്പ് ഓറഞ്ച് വസ്ത്രങ്ങൾ അണിയിച്ച് കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ തന്നെ അന്ന് പുറത്തുവിട്ടിരുന്നു. IS തീവ്രവാദികൾ പുറത്തുവിട്ട കൊലപാതകത്തിന്റെ വീഡിയോ ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. ക്രിസ്തുമതം പിന്തുടരുന്നവരുടെ സ്ഥിതി ഇതാവും എന്ന മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യമാണ് ഇസ്ലാമിക ഭീകരരെ ഈ പൈശാചിക കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ മരണത്തിന് തൊട്ടുമുമ്പ് വരെ ഇവരുടെ നാവുകളിൽ നിന്ന് പുറത്തുവന്ന അവസാന വാക്ക് യേശുനാമമായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ ഫിദേസിനോട് ഗ്യൂയിസയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് എമിരിറ്റസ് അൻബ ആന്റോണിയോസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഇവരുടെ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്തതെന്ന വിവരം ഏറെ നാൾ അജ്ഞാതമായിരുന്നു. ഏതാണ്ട് 3 വർഷത്തിനു ശേഷം 2018 ഒക്ടോബറിൽ സിർട്ടയുടെ സമീപ പ്രദേശത്തു നിന്നാണ് മൃതദേഹങ്ങൾ ശിരസറ്റ നിലയിൽ കണ്ടെത്തിയത്. കൈകൾ പിറകിലേക്ക് ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഇവർ കൊല ചെയ്യപ്പെട്ട് അധികം താമസിക്കാതെ തന്നെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഇവരെ രക്തസാക്ഷി വിശുദ്ധരായി പ്രഖ്യാപിച്ച അസാധാരണ നടപടിയും ശ്രദ്ധേയമായിരുന്നു. അവരോടുള്ള സ്മരണാർത്ഥം അൽ അവാർ പട്ടണത്തിൽ കോപ്റ്റിക് സഭ ഒരു ദൈവാലയം കൂദാശ ചെയ്യുകയും ചെയ്തു. നാളുകൾക്കു ശേഷം വീണ്ടെടുത്ത ഭൗതിക ദേഹം ഈജിപ്തിൽ എത്തിച്ച് അവരുടെ നാമധേയത്തിൽ നിർമ്മിതമായ ദൈവാലയത്തിൽ പുനഃസംസ്കരിക്കുകയും ചെയ്തു. 21 രക്തസാക്ഷികളും സഭാഭേദമന്യേ സകല ക്രൈസ്തവ സമൂഹത്തിന്റെയും വിശുദ്ധരാണെന്ന് 2021 ഫ്രാൻസിസ് പാപ്പയും ചൂണ്ടിക്കാട്ടിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്മരണാ ദിനത്തിന് മുന്നോടിയായി 15 ദിന ശുശ്രൂഷകളാണ് മാതൃദേശമായ അൽ അവാർ പട്ടണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.